ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചെമ്പരത്തിത്താളി ഉണ്ടാക്കാം കേട്ടോ. ഈ ചെമ്പരത്തിത്താളി തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു താളി തയ്യാറാക്കുന്നത്, പക്ഷേ പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ കാണിക്കുന്ന രീതിയിൽ ചെയ്യുന്നത്, കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ചുമന്ന ചെമ്പരത്തി ഉണ്ടല്ലോ, അതിൻ്റെ ഇലയും അതിൻ്റെ പൂവും കൂടെയാണ് എടുക്കുന്നത്. നമുക്ക് മുട്ട് വേണ്ട, വിരിഞ്ഞ പൂവും ഇലയും കൂടെ നമ്മൾ പറിച്ചെടുക്കുമ്പം തന്നെ നല്ല സൂക്ഷിച്ച് പറിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറകെ നടക്കണ്ട. അല്ലെങ്കിൽ ഇതിൽ പുഴുവും ഈ എട്ടുകാലിയുടെ വേരൊക്കെ നമ്മൾ വലിച്ചു പറിച്ചെടുത്താൽ എട്ടുകാലിയുടെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ പിന്നെയും റെഡിയാക്കേണ്ടി വരും. അതുകൊണ്ട് ചെടിയിൽ നിന്ന് തന്നെ പറിക്കുമ്പോൾ ഇതുപോലെ ഓരോ ഇലയായിട്ട് അങ്ങ് പറിച്ചെടുത്താലും മതിയേ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ശേഷം ഇതൊരു കല്ല്, നല്ല പരന്ന കല്ലില്ലേ, പരന്ന് വെച്ച് കഴിഞ്ഞാൽ അരവുള്ള കല്ല്. ഇപ്പം ഞാൻ അരക്കുന്ന കല്ലിലാണ് ഇത് ഉരച്ചെടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഈ ഗ്രിപ്പുള്ള ഇതിൽ വെച്ച് നന്നായിട്ട് ഉരച്ച് റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ നീര് അങ്ങോട്ട് താളി ഒന്ന് ഉടച്ച് പിഴിഞ്ഞെടുക്കാമെന്നേ ഉള്ളൂ ഉദ്ദേശം. അത് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കൊക്കെ അനുസരിച്ച് ഇപ്പോൾ കൈകൊണ്ട് ഞെരടിയോ അങ്ങനെയൊക്കെ എടുക്കാം. പക്ഷേ മിക്സിയിലൊക്കെ അടിച്ചെടുത്താലൊരു കുഴപ്പമെന്നറിയാം, ഇതിൻ്റെ ഈ ചണ്ടി മൊത്തം നമ്മുടെ തലയിലാവും മൊത്തം, പിന്നെ പൊടി പോലെ ഇരിക്കും, ഭയങ്കര പാടാണ് കളയാനുമേ. പിന്നെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന ഈ താളി ഉണ്ടല്ലോ, ഇത് നമ്മൾ ആഴ്ച 2 പ്രാവശ്യമൊക്കെ തേക്കാം. എന്നും സ്ഥിരം തേച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പിൻ്റെയൊക്കെ അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തുമ്മലും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ എന്നും തേച്ച് കഴിഞ്ഞാൽ പെടലിവേന ഉണ്ടാകും, ഈ നീർക്കെട്ട് പോലെ വന്നിട്ട്. അതുകൊണ്ട് 2 പ്രാവശ്യമൊക്കെ തേക്കാം. പിന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇത് ഉപയോഗിക്കുന്ന ക്രമവും നമുക്ക് മാറ്റിയെടുക്കാവേ. പിന്നെ താളി നമ്മൾ തേക്കുമ്പം ഒരു ഡ്രൈനെസ്, ഇതൊരു നാച്ചുറൽ ഷാമ്പു ആണെന്നല്ലേ നമ്മളല്ലേ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇത് ഈ ഷാമ്പു ഇട്ട് നമ്മൾ മുടി കഴിയുമ്പോൾ ഒരു ഇങ്ങനെ പരപരാന്നാകത്തില്ലേ മുടി, അത് മാറാനായിട്ട് നമ്മൾ ഇതുപോലെ ഞെരടി പിഴിഞ്ഞ് ഇത് താളിയാക്കി കഴിയുമ്പോൾ നമ്മുടെ മുടിയുണ്ടല്ലോ, നമുക്ക് എന്തോരം മുടിയുണ്ട് അതിലൊരു ദിവസം നമ്മൾ എന്തോരം എണ്ണയാണ് തേക്കുന്നതെന്നൊക്കെ നമുക്കൊരു ഏകദേശം ഒരു ധാരണയുണ്ടല്ലോ. അത്ര എണ്ണയും കൂടെ ഈ ഷാമ്പൂവിലേക്ക് തേച്ച് കൊടുത്തിട്ട് തലയിൽ മിക്സ് ചെയ്തിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഡ്രൈ ആകുന്ന ആ പ്രശ്നം അങ്ങ് ഒഴിവാകുകയും ചെയ്യും. മുടി നല്ല സ്മൂത്ത്. പിന്നെ താളി തേച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പനങ്കോല പോലെ മുടി വളരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. അതിലൊന്നും നമുക്ക് തെളിവുകളൊന്നുമില്ല. പിന്നെയെങ്കിലും നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഈ തുമ്മലും അങ്ങനത്തെ സാധനങ്ങൾ തണുപ്പ് ചെല്ലുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടി, പുകച്ചിൽ, കണ്ണിൻ്റെ പുകച്ചിലൊക്കെ താളി തേക്കുമ്പോൾ നമുക്ക് മാറിക്കിട്ടുമേ. ഇനി ഇത് നല്ലവണ്ണം നമ്മൾ ഉരച്ച് റെഡിയാക്കി ഇടണം. ഇതിൻ്റെ ഈ ഞെരടുന്നതിലാണ് ഇതിൻ്റെ ഈ സത്ത് ഇറങ്ങി വരുന്നത്. ഇനി ഇതുപോലെ വടിച്ച് റെഡിയാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ചണ്ടി മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എണ്ണയും കൂടെ ചേർത്തിട്ട്, ഇനി എണ്ണ ചേർക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ചിലവരുടെ ഓയിലി സ്കിന്നുള്ളവർക്ക് തലയിൽ ഒത്തിരി എണ്ണ തേച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈ നെറ്റിയിൽ ഇങ്ങനെ കുരുകുരാന്ന് പറഞ്ഞ് കാര വരാൻ തുടങ്ങും. അങ്ങനെയുള്ളവർ അല്ലാതെ സ്വല്പം അങ്ങ് ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ നമ്മൾ എങ്ങനെയാണ് സാധാരണ എണ്ണ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ചെയ്താലും മതി കേട്ടോ. പിന്നെ എണ്ണ ചേർത്താൽ നമുക്ക് മുടിക്ക് കുറച്ച് മയം കിട്ടുമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെമ്പരത്തി ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്ന സാധനമാണല്ലോ. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് അടിയിൽ കമൻ്റായിട്ടൊന്ന് പറയണം കേട്ടോ, ഇതെങ്ങനെയുണ്ട് സംഭവം എന്ന്. പിന്നെ ഇപ്പോൾ ചെമ്പരത്തി ഇപ്പോൾ എല്ലായിടത്തും കിട്ടുമല്ലോ, അതുകൊണ്ട് പിന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ 3 മിനിറ്റ് തന്നെ ആയത് ഈ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് അങ്ങോട്ട് പറിക്കുക, കഴുകുക, എന്നിട്ട് ഞെരടുക, എന്നിട്ട് ഇതിൻ്റെ താളി ആ പശ പോലുള്ള സാധനം എടുക്കുക, കുറച്ചുകൂടി വെള്ളം ചേർക്കുക, എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് എണ്ണയും കൂടെ ചേർത്തിട്ട് തലയിൽ തേച്ചാൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാവേ.